iPlus ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പുതിയൊരു മൊഡ്യൂളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള ഒരു മൊഡ്യൂളാണ് ഇറ്റ്സ് ബഡ്ജറ്റ് ഓർ ബഡ്ജറ്റിംഗ്. നമ്മൾ ബഡ്ജറ്റിനെ പറ്റിയിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ബഡ്ജറ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റിംഗ് എന്നൊക്കെ നമ്മൾ പറയും. നമുക്കിന്ന് ബഡ്ജറ്റിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. സോ വാട്ട് ഡു യു മീൻ ബൈ ബഡ്ജറ്റ്? നമ്മൾ എന്താണ് ബഡ്ജറ്റ് എന്ന് പറയാനായിട്ടുള്ളത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും ബിഫോർ ദാറ്റ് നമുക്ക് എല്ലാവർക്കും ബഡ്ജറ്റിംഗ് ഉണ്ടോ എന്നത് ഒന്ന് ഓർത്ത് നോക്കാം. ഒരുപക്ഷെ എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന കുറച്ച് പേരെങ്കിലും വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കാം. കൂടുതലായിട്ടും ഒരു ഫാമിലി ബഡ്ജറ്റിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അല്ലാത്ത ആളുകൾക്കും ചിന്തിക്കാം. സോ ബഡ്ജറ്റിംഗ് നമുക്ക് നമ്മുടെ റിയൽ ലൈഫിലും ആവശ്യമായിട്ടുള്ള ഒന്നാണെന്ന് പറയാൻ സാധിക്കുന്നു. ഇൻ കേസ് അങ്ങനെയൊന്നുമില്ല എങ്കിൽ കൂടിയും നമുക്ക് ഒരു ജാനുവരി ഫെബ്രുവരി ആ റേഞ്ചൊക്കെ വരുമ്പോഴത്തേക്ക് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതുമായിട്ട് കണക്ട് ചെയ്യും. നമുക്ക് കുറേ ഇൻഫർമേഷൻസൊക്കെ അറിയാം. സോ ആ ഒരു ബഡ്ജറ്റിംഗ് അല്ല നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളിവിടെ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ബഡ്ജറ്റിങ്ങിനെ പറ്റിയിട്ടാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. സോ ബിസിനസ് കണക്ട് ചെയ്തിട്ട് വേണം നിങ്ങളിനി ഈ ബഡ്ജറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചിന്തിക്കുവാനായിട്ട്. സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ കൊണ്ടുവരുന്ന ബഡ്ജറ്റിംഗ് അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബഡ്ജറ്റിംഗ് ആണ്. നമ്മുടേത് മറ്റൊരു തരത്തിലുള്ള ബഡ്ജറ്റിംഗ് ആണ്. സോ നമുക്ക് ആ ടോപ്പിക്കിലേക്ക് വരാം. മീനിങ് ആൻഡ് നീഡ് ഫോർ ബഡ്ജറ്റ്. എ ബഡ്ജറ്റ് ഇറ്റ് ഈസ് എ ബ്ലൂ പ്രിൻറ്റ് ഓഫ് എ പ്ലാൻ ഓഫ് ആക്ഷൻ ടു ബി ഫോളോവഡ് ഡ്യൂറിങ് എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം ഫോർ ദ പർപ്പസ് ഓഫ് അറ്റൈനിങ് എ ഗിവൺ ഒബ്ജക്റ്റീവ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഇവിടെ ഏതായിരിക്കും ഉദ്ദേശിക്കുന്നത്? ബിസിനസ്സിൻ്റെ ലക്ഷ്യം. ഒരു ബിസിനസ്സിൻ്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും, എത്രത്തോളം എഫക്റ്റീവായിട്ട് നമുക്ക് അത്തരം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യുവാനും കഴിയും എന്നുള്ള കാര്യമാണ് ഇവിടെ ബഡ്ജറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒരു ബ്ലൂ പ്രിൻ്റ് പോലെയാണ്. നമ്മളൊരു ബിൽഡിംഗ് ഒക്കെ പണിയുന്ന സമയത്ത്, ഒരു വീട് പണിയുന്ന സമയത്ത് നമ്മൾ ബ്ലൂ പ്രിൻ്റ് ഉപയോഗിക്കാറുണ്ട്. അതേപോലെയാണ് ഇവിടെയും ഇതും ഒരു ബ്ലൂ പ്രിൻ്റ് പോലെയാണ് എന്നാണ് പറയുന്നത്. According to CIMA terminology, a budget is a plan quantified in monetary terms prepared and approved prior to a defined period of time, usually showing planned income to be generated and or expenditure to be incurred during that period and the capital to be employed to attain a given objective. നല്ലൊരു ഡെഫിനിഷൻ. ബഡ്ജറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡെഫിനിഷനൊന്നും എക്സാമിന് ചോദിക്കുകയില്ല. എന്നാൽ കൂടിയും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം ബഡ്ജറ്റ് എന്താണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ടും വളരെ കൃത്യമായിട്ടും നിർവചിച്ചിരിക്കുന്ന നല്ല ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ ക്വാണ്ടിഫൈഡ്. ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പല കാര്യങ്ങളും പിന്നീട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും. ബിസിനസ് പല കാര്യങ്ങളും ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും. എല്ലാം കറക്റ്റ് തന്നെയാണ്. എന്നാൽ കൂടിയും ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ക്വാണ്ടിഫൈഡ് ആയിട്ടുള്ള കാര്യമാണ്. മോണിറ്ററി ടേംസിലായിരിക്കും ഈ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. ആൻഡ് ഇത് അപ്രൂവ് ചെയ്യണം. അതായത് മുൻപ് തന്നെ അപ്രൂവ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഇപ്പോൾ അടുത്ത വർഷത്തെ ബഡ്ജറ്റ് ആണെങ്കിൽ നമ്മൾ ഈ വർഷം തന്നെ ആ ബഡ്ജറ്റ് അപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രയർ അപ്രൂവൽ ഇവിടെ ആവശ്യമാണ്. ഇറ്റ്സ് ഫോർ എ ഡിഫൈൻഡ് പീരീഡ് ഓഫ് ടൈം. ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റിംഗ് നമ്മൾ പ്രിപ്പയർ ചെയ്യാറുള്ളത്. സാധാരണ രീതിയിൽ 1 ഇയറിലേക്കായിരിക്കും. നോർമൽ കേസിൽ എത്ര നാളിലേക്കായിരിക്കും ബഡ്ജറ്റിംഗ് പ്രിപ്പയർ ചെയ്യാറുള്ളത്? 1 വർഷത്തേക്കായിരിക്കും ബഡ്ജറ്റിംഗ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. യൂഷ്വലി ഷോയിങ് പ്ലാൻഡ് ഇൻകം ടു ബി ജനറേറ്റഡ് ആൻഡ് ഓർ എക്സ്പെൻഡിച്ചർ ടു ബി ഇൻകേർഡ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ആൻഡ് ദ ക്യാപിറ്റൽ ടു ബി എംപ്ലോയിഡ് ടു അറ്റൈൻ എ ഗിവൺ ഒബ്ജക്റ്റീവ്. നമ്മൾ കൂടുതലായിട്ടും എന്തുമാത്രം ഇൻകം നമുക്ക് ലഭിക്കാൻ ചാൻസസ് ഉണ്ട്, എന്തുമാത്രം എക്സ്പെൻഡിച്ചർ നമുക്ക് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ബഡ്ജറ്റിനകത്ത് വരുന്നത്. ബഡ്ജറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം. An analysis of the above definition which reveals the following essential features of a budget. It is prepared beforehand based on a future plan of action.
നമ്മളെപ്പോഴും ബജറ്റുകൾ പ്രിപ്പയർ ചെയ്യാറുള്ളത് കുറച്ച് മുൻപേ ആയിരിക്കും, ഒരു വർഷത്തിന് മുമ്പേ ആയിരിക്കും നമ്മൾ ബജറ്റ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. അല്ലാതെ നാളത്തേക്ക് വേണ്ടിയിട്ട് ഇന്ന് ബജറ്റ് പ്രിപ്പയർ ചെയ്യുകയല്ല ചെയ്യുന്നത്. പകരം കുറേ നാളുകൾക്ക് മുന്നേ തന്നെ ബജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി ഡെഫിനിറ്റ് ഫ്യൂച്ചർ പീരീഡ് ആൻഡ് ഈസ് ബേസ്ഡ് ഓൺ ദി ഒബ്ജക്റ്റീവ്സ് ടു ബി അറ്റൈൻഡ്. നമ്മളൊരു ഡെഫിനിറ്റ് ഫ്യൂച്ചർ പീരീഡിലേക്കായിരിക്കും ബജറ്റുകൾ പ്രിപ്പയർ ചെയ്യാറുള്ളത്, ഒരു ഡെഫിനിറ്റ് ഫ്യൂച്ചർ പീരീഡിലേക്ക്. കാരണം ഒരു ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈം കൃത്യമായിട്ടും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു വർഷത്തേക്കായിരിക്കും, 3 വർഷത്തേക്കായിരിക്കും, 6 മാസത്തേക്കായിരിക്കാം, 3 മാസത്തേക്കായിരിക്കാം, എല്ലാം വളരെ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ഉണ്ടായിരിക്കും. ആ ഒരു പീരീഡിലേക്കായിരിക്കും നമ്മൾ ബജറ്റ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. ആൻഡ് ഈസ് ബേസ്ഡ് ഓൺ ദ ഒബ്ജക്റ്റീവ്സ് ടു ബി അറ്റൈൻഡ്. ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക എന്നുള്ള വലിയ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. 2 ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ ഫീച്ചർ, ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഫിനാൻഷ്യൽ ടേംസ്. എപ്പോഴും ഇതൊരു മോണിറ്ററി ആസ്പെക്റ്റിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ടേംസിലായിരിക്കും ബജറ്റുകൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഇറ്റ് ഷോസ് പ്ലാൻഡ് ഇൻകം ടു ബി ജനറേറ്റഡ്. പ്ലാൻഡ് ആയിട്ടുള്ള ഇൻകത്തെ പറ്റിയിട്ടാണ് ഇവിടെ കൂടുതലും പറയാറുള്ളത്. പ്ലാൻഡ് ഇൻകം, അടുത്ത വർഷം നമുക്ക് എന്ത് ഇൻകം ലഭിക്കാൻ ചാൻസസ് ഉണ്ട്, അടുത്ത വർഷം എന്ത് എക്സ്പെൻഡിച്ചർ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്, അതുപോലെ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഇറ്റ് ഷോസ് എ പ്രോബബിൾ എക്സ്പെൻഡിച്ചർ ടു ബി ഇൻകേർഡ്. ഇനി വരുന്ന കാലങ്ങളിൽ എന്തുമാത്രം എക്സ്പെൻഡിച്ചർ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് എന്നുള്ള കാര്യവും കൃത്യമായിട്ടും ബജറ്റിങ്ങിൽ പറയാറുണ്ട്. It indicates the capital to be employed during the period. ക്യാപിറ്റൽ, എന്തുമാത്രം ക്യാപിറ്റൽ നമ്മളിവിടെ എംപ്ലോയ് ചെയ്യണം, അല്ലെങ്കിൽ എന്തുമാത്രം ക്യാപിറ്റൽ നമ്മളിവിടെ കൊണ്ടുവരണം എന്നുള്ള കാര്യം പോലും ബജറ്റിങ്ങിനകത്ത് ഉൾപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. Thus, a budget sets a firm's goal in clear formal terms to avoid confusion and provide a detailed plan of action for achieving the goals. കൃത്യമായിട്ടും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഗോൾസ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ടും ആ ഗോൾസിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള കാര്യവും ബജറ്റിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട്. ഇറ്റ്സ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ by which the top management uses the budget as a vehicle to communicate their ideas to the subordinates who are to give them the practical shape. അടുത്തായിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സബോർഡിനേറ്റ്സിലേക്ക്. ഇപ്പം ഞാനൊരു സുപ്പീരിയർ ഓഫീസറാണ്, എനിക്കൊരു സബോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ എൻ്റെ സബോർഡിനേറ്റ്സിലേക്ക് എനിക്ക് എൻ്റെ കാര്യങ്ങൾ, മീൻസ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് ബജറ്റിംഗ് വളരെ വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം ഈ ഒരു ബജറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വളരെ കൃത്യമായിട്ടും കുറേ ഇൻഫർമേഷൻസ് കൊടുക്കാൻ പറ്റും. അടുത്ത വർഷം ഞാൻ ഇത്രയും ലാഭം ആഗ്രഹിക്കുന്നുണ്ട്, ഇത്രയും റവന്യൂ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇത്രയും എക്സ്പെൻഡിച്ചർ ഞാൻ മാത്രമേ നമ്മൾ കൊണ്ടുവരാനായിട്ട് പാടുള്ളൂ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ക്ലിയർ കട്ടായിട്ട് എനിക്ക് കാര്യങ്ങൾ നിർദ്ദേശിച്ച് കൊടുക്കുവാനായിട്ട് ബജറ്റിങ്ങിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ഫീച്ചർ. It coordinates the various activities such as sales, production, purchases, etc. of the organization in such a way that the use of resources is maximized. പലതരത്തിലുള്ള ഫങ്ഷണൽ ഏരിയാസിനെ കോർഡിനേറ്റ് ചെയ്യുവാനായിട്ട് ബജറ്റിംഗ് വളരെ വളരെ യൂസ്ഫുള്ളാണ്. നമ്മളിനി ടൈപ്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ ഒരു കോർഡിനേഷന് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു കോർഡിനേഷൻ ബജറ്റിംഗ് സഹായിക്കുന്നെന്നുള്ള കാര്യം. ആൻഡ് ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് എ മീൻസ് ഓഫ് മെഷറിംഗ് ആൻഡ് കൺട്രോളിംഗ് the performance of the organization and supplies information to the management on the basis of which its necessary corrective action may be taken. ബിസിനസ് മാനേജ്മെൻറ്റിന്, എസ്പെഷ്യലി ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുവാനായിട്ട് ബജറ്റിംഗ് വളരെ വളരെ യൂസ്ഫുള്ളാണ്. കാരണം നമുക്കറിയാം അടുത്ത വർഷത്തേക്ക് എന്തുമാത്രം കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നമ്മളുടെ അടുത്ത പ്രാവശ്യത്തേക്കുള്ള എക്സ്പെൻഡിച്ചറിനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ട്, ഇൻകത്തെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്ലാൻഡ് ആയിട്ടുള്ള ആക്ഷൻ ഇതിനായിട്ട് എന്തെങ്കിലും കാര്യം സംഭവിക്കുകയാണെങ്കിൽ
അല്ലെങ്കിൽ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഡീവിയേഷൻ നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ടും ടോപ്പ് മാനേജ്മെൻറ്റ് ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമായ കാര്യമാണ്. അതിനൊക്കെ ബജറ്റിംഗ് നമ്മളെ സഹായിക്കുന്നുണ്ട്. സോ അടുത്ത ടോപ്പിക് ആണ് ടൈപ്സ്. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈപ്സ് ചോദിക്കാറുണ്ട്. എസ്പെഷ്യലി ചില കാര്യങ്ങളിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട്, ചില ടൈപ്സുകൾ കുറേ കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ചിലത് ജസ്റ്റ് കാര്യം മാത്രം ഒന്ന് മനസ്സിലാക്കി പോയാലും മതി. ആദ്യത്തെ ടൈപ്പാണ് ഫങ്ഷണൽ ബഡ്ജറ്റ്. എ ഫങ്ഷണൽ ബഡ്ജറ്റ് ഈസ് എ ബഡ്ജറ്റ് വിച്ച് റിലേറ്റ് ടു ദി ഇൻഡിവിജ്വൽ ഫങ്ഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ ലൈക്ക് സെയിൽസ്, പ്രൊഡക്ഷൻ, പർച്ചേസസ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എക്സെട്ര. കൂടുതലും ഫങ്ഷണൽ ഏരിയാസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ബഡ്ജറ്റിംഗ് ആണ് ഫങ്ഷണൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫങ്ഷണൽ ഏരിയ, സെയിൽസ്, പർച്ചേസ് പോലെയുള്ള ഫങ്ഷണൽ ഏരിയാസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ബഡ്ജറ്റിംഗ് ആണ് ഫങ്ഷണൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. For each function there is usually a separate budget which is controlled by the functional manager. ഇതിനൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ചില ഫങ്ഷണൽ ഏരിയാസ്, മീൻസ് ഓരോ ഫങ്ഷണൽ ഏരിയാസിന് വേണ്ടിയിട്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ മാനേജേഴ്സ് ഉണ്ടായിരിക്കും. അവരായിരിക്കും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നത്. Normally, the various functional budget which are drawn upon in an organization are the first one, sales budget. നമ്മളിനി ഓരോ ബഡ്ജറ്റുകളെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. അതിലെ ആദ്യത്തെ ബഡ്ജറ്റ് ആണ് സെയിൽസ് ബഡ്ജറ്റ്. ദിസ് ബഡ്ജറ്റ് ഈസ് എ ഫോർകാസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റീസ് ആൻഡ് വാല്യൂസ് ഓഫ് സെയിൽസ് ടു ബി അച്ചീവ്ഡ് ഇൻ എ ബഡ്ജറ്റ് പീരീഡ്. നമുക്ക് ആ വാക്കിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബഡ്ജറ്റ് പീരീഡിൽ എന്തുമാത്രം സെയിൽസ് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്കുണ്ട്, അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ സെയിൽസ് ബഡ്ജറ്റിൽ പറയുന്നത്. ജനറലി ദ സെയിൽസ് ബഡ്ജറ്റ് ഈസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ദി ഫങ്ഷണൽ ബഡ്ജറ്റ്. നമ്മൾ സാധാരണ രീതിയിൽ ഫങ്ഷണൽ ബഡ്ജറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് സെയിൽസ് ബഡ്ജറ്റിനെ കാണാറുള്ളത്. ദിസ് ബഡ്ജറ്റ് ക്യാൻ ബി പ്രിപ്പേർഡ് ഓൺ ദി ബേസിസ് ഓഫ് പ്രോഡക്ട്സ്, സെയിൽസ് ഏരിയാസ് ഓർ ടെറിട്ടറീസ്, സെയിൽസ്മാൻ ഓർ ഏജൻറ്റ് വൈസ് ആൻഡ് ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് എക്സെട്ര. നമുക്ക് ഈ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്, അതായത് സെയിൽസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പല ബേസിസും ഉപയോഗിക്കുവാനായിട്ട് കഴിയും. അതിൽ ചില കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രോഡക്റ്റ് ബേസിസിലാകാം, സെയിൽസ് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാകാം, ടെറിട്ടറീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാകാം, സെയിൽസ്മാനുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളാകാം, ഏജൻറ്റ് വൈസ് ഒരു ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ രീതിയിലാകാം സെയിൽസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതേപോലെ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് വിധത്തിൽ, ഇങ്ങനെയൊക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സെയിൽസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുവാനായിട്ട് സാധിക്കും. A sales budget may be prepared with the help of any one or more of the following method. നമ്മൾ ഈ സെയിൽസ് ബഡ്ജറ്റിന് വേണ്ടിയിട്ട് ഇനി കുറച്ച് മെത്തേഡുകൾ പഠിക്കും. ഈ മെത്തേഡുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സെയിൽസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. അതിൽ ആദ്യത്തെ മെത്തേഡാണ് അനാലിസിസ് ഓഫ് പാസ്റ്റ് സെയിൽസ്. The past sales are analyzed to find out as to what changes are likely to happen in future. കൂടുതലും പാസ്റ്റ് ഡേറ്റയെ വെച്ചുകൊണ്ട് ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യമായിരിക്കും എവിടെ പരിശോധിക്കുന്നത്, ഈ പാസ്റ്റ് സെയിൽസ്, അനാലിസിസ് ഓഫ് പാസ്റ്റ് സെയിൽസിൽ പരിശോധിക്കുന്നത്. However, in addition to past sales, the sales manager must consider other factors affecting future sales. Example, seasonal fluctuations, growth of market, trade cycle, etc. സോ ഇവിടെ പറഞ്ഞു വരുന്നത്, നമ്മൾ പാസ്റ്റ് ഡേറ്റയെ വെച്ചുകൊണ്ട് മാത്രം ഫ്യൂച്ചറിൽ സെയിൽസ് ഉണ്ടാകും, ഫ്യൂച്ചറിൽ സെയിൽസ് ഉണ്ടാകില്ല എന്ന് പറയുവാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല. അതോടൊപ്പം തന്നെ മറ്റ് പല ഫാക്ടേഴ്സും ഇതിനെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതിൽ കുറേ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീസണൽ ഫ്ലക്ച്വേഷൻസ്, അതേപോലെ ഗ്രോത്ത് ഓഫ് മാർക്കറ്റ്, ട്രേഡ് സൈക്കിൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും എന്തിനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്, ഫ്യൂച്ചറിലുണ്ടാകുന്ന സെയിൽസിനെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. Statistical method may be used for projecting sales. ഞാൻ ഈ പറഞ്ഞതുപോലെ പാസ്റ്റ് ഡേറ്റയെ വെച്ചുകൊണ്ട് ഫ്യൂച്ചറിലേക്ക് കാര്യങ്ങളൊക്കെ ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ എന്നല്ല, നമ്മൾ കോമൺ ആയിട്ടും സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളാണ് അഡോപ്റ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡാണ് സെയിൽസ് ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രണ്ടാമത്തെ മെത്തേഡാണ് മാർക്കറ്റ് അനാലിസിസ്. The purpose of market analysis is to ascertain
the potential market demand for a product design required by customers, fashion, trends, purchasing power of people, activities of competitors, and the prices that consumers are likely to pay. കൂടുതലായിട്ടും മാർക്കറ്റ് അനാലിസിസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഡിമാൻഡ് അനാലിസിസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു മെത്തേഡാണ് മാർക്കറ്റ് അനാലിസിസ് എന്നുള്ള ഈ ഒരു മെത്തേഡ്. നമ്മുടെ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡിസൈൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാർക്കറ്റ് ഡിമാൻഡ്, പ്രോഡക്റ്റ് ഡിമാൻഡ്, കസ്റ്റമേഴ്സിൻ്റെ താല്പര്യങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു മാർക്കറ്റ് അനാലിസിസ് കണ്ടുപിടിച്ചുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാറുള്ളത്. മൂന്നാമത്തെ രീതിയാണ് റിപ്പോർട്ട്സ് ഓഫ് സെയിൽസ്മാൻ. Salesmen who are men in close touch with the market may be asked to submit a report to the sales manager as to expected sales, customers' taste and preferences, possible competition, etc. ഇവിടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സെയിൽസ്മാനുമായിട്ട് ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് പാസ്റ്റ് റേറ്റ് അനാലിസിസ് നടത്താനോ ഒന്നും പോകാതെ സെയിൽസ്മാനോട് ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് സെയിൽസ് കൃത്യമായ രീതിയിൽ പോകുന്നുണ്ടോ, ഞങ്ങളുടെ പ്രോഡക്റ്റുകൾ വിറ്റ് പോകുന്നുണ്ടോ, അതുമായിട്ട് സംബന്ധിച്ച റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുവാനായിട്ട് സെയിൽസ്മാനോട് ആവശ്യപ്പെടും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സെയിൽസ്മാൻ ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബജറ്റ് ചെയ്യുകയും ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് മീൻസ് ആ ഒരു മെത്തേഡാണ് റിപ്പോർട്ട് ഓഫ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. നാലാമത്തത് general trade prospects. The probability of the sales going up or down depends on the general trade prospects. A change in political or economic conditions is bound to influence the volume of sales. തീർച്ചയായിട്ടും നമ്മൾ മീൻസ് ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ ആ ബിസിനസ് സ്വാഭാവികമായിട്ടും ഒരു ഇൻഡസ്ട്രിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലായിരിക്കും അത് മീൻസ് അതിൻ്റെ പ്രോസസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. സ്വാഭാവികമായിട്ടും അവിടെ എന്താണ് സംഭവിക്കാറുള്ളത്, അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ ഓരോ മീൻസ് ബിസിനസ്സിലുണ്ടാകുന്ന പല ചേഞ്ചുകൾ, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ, പൊളിറ്റിക്കലായിട്ടുണ്ടാകുന്ന ചേഞ്ചുകൾ, ഇക്കണോമിക്കലായിട്ടുണ്ടാകുന്ന ചേഞ്ചസുകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെയും ആ സെയിൽസിനെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ ആ ഒരു കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. In this connection, valuable information may be known from financial purpose and magazines, national and international economic statistics, international relation, political influences and government policies, etc. ഇത്തരം സിറ്റുവേഷനിൽ നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് പല രീതികൾ അഡോപ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണവ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ പേപ്പേഴ്സ്, magazines, national and international economic statistics and international relation, political influencers, ഗവൺമെൻറ് പോളിസീസ് തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള മെത്തേഡുകൾ നമുക്കിവിടെ അഡോപ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. നിരവധിയായ മെത്തേഡുകളല്ല, നിരവധിയായിട്ടുള്ള സോഴ്സസുകൾ നമുക്ക് ഇവിടെ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യുവാനായി കഴിയും. അഞ്ചാമത്തെ രീതിയാണ് ബിസിനസ് കണ്ടീഷൻസ്. ചേഞ്ചസ് ഇൻ ദ പോളിസീസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ബിസിനസ് should also be considered. For example, introduction of new product or new design, additional spending on advertising, improved deliveries, after sales services, etc. has some market effect on its sales forecast, which should be considered with a reasonable degree of accuracy. ഇത് കൂടാതെ നമ്മുടെ ബിസിനസ്സിൻ്റെ കണ്ടീഷൻസ് അല്ലേ, നമ്മുടെ ബിസിനസ്സിൻ്റെ നിലവിലെ അവസ്ഥ, നമ്മൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്, ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലാണോ ഗ്രോത്തിലാണോ നമ്മൾ നിൽക്കുന്നത്, അതോ നമ്മൾ മെച്യൂരിറ്റി സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ? അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം തന്നെയും ഈ ബിസിനസ്സിന് അല്ലെങ്കിൽ ഈ സെയിൽസിനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് പല കാര്യങ്ങളും. ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രോഡക്റ്റ്, ന്യൂ ഡിസൈൻ, അഡീഷണൽ സ്പെൻഡിങ് ഓൺ അഡ്വർടൈസിങ്, ഇംപ്രൂവ്ഡ് ഡെലിവറീസ്, ആഫ്റ്റർ സെയിൽസ് സർവീസ് തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സെയിൽസിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവയെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഇവയെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ബജറ്റിംഗ് കുറച്ചും കൂടി ഈസി ആയിട്ട് പ്ലാൻ ചെയ്യുവാനായി കഴിയും. ആറാമത്തെ രീതി സ്പെഷ്യൽ
conditions. ആറാമത്തെ ഏതാണ്? Special condition. Sometimes certain special conditions outside the business may influence its sales. For example, the development of a particular area may lead to demand for cars, scooters and cycle, or the electrification of a village may have an effect on the sale of radio, television, etc. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില സ്പെഷ്യൽ കണ്ടീഷൻസ്. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഒരു പെർട്ടിക്കുലർ ഏരിയ ഡെവലപ്പ് ആവുകയാണ്, അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ കുറേ കൂടെ മെച്ചപ്പെട്ട രീതിയിലേക്ക് വരികയാണ് എങ്കിൽ അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ബഡ്ജറ്റിംഗ്. മീൻസ് അത്തരം സിറ്റുവേഷനിൽ ഒരുപാട് സെയിൽസ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗ്രാമപ്രദേശത്ത് ഇതുവരെയും ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു, പെട്ടെന്ന് അവിടെ ഒരു ഇലക്ട്രിസിറ്റി വരികയാണെങ്കിൽ അവിടെയുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങിക്കുവാനായിട്ട് ശ്രമിക്കാം. സോ അത്തരം സമയങ്ങളിലും ഈ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അത്തരം കണ്ടീഷൻസുകളും സെയിൽസ് ബഡ്ജറ്റിനെ സഹായിക്കുന്ന മറ്റൊരു ഫാക്ടറാണ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ബഡ്ജറ്റ്. അടുത്ത ഏതാണ്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ബഡ്ജറ്റ്. ദിസ് ബഡ്ജറ്റ് ഈസ് എ ഫോർകാസ്റ്റ് ഓഫ് ദ എക്സ്പെൻസസ് കണക്റ്റഡ് വിത്ത് ദ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് എ കൺസേൺ ഡ്യൂറിംഗ് ദ ബഡ്ജറ്റ് പീരീഡ്. ഇവിടെ കൂടുതലായിട്ടും സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബഡ്ജറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദിസ് ബഡ്ജറ്റ് ഈസ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് സെയിൽസ് ബഡ്ജറ്റ്. ഇത് എന്ത് ബഡ്ജറ്റുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്? സെയിൽസ് ബഡ്ജറ്റുമായിട്ട് ഇത് വളരെ ക്ലോസ് ആയിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. While preparing this budget, a classification is made according to the variability of cost. നമ്മൾ ഈ സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് അതുപയോഗിച്ചൊരു ബഡ്ജറ്റ് നമ്മൾ പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്ലാസിഫിക്കേഷൻ വളരെ വളരെ അത്യാവശ്യമായിട്ട് വരും. This budget is prepared by the sales managers. ഈ ഒരു ബഡ്ജറ്റ് ആരാണ് പ്രപ്പോസ് ചെയ്യുന്നത്? സെയിൽസ് മാനേജേഴ്സ് ആണ് ഈ ഒരു ബഡ്ജറ്റ് പ്രപ്പോസ് ചെയ്യാറുള്ളത്. അടുത്ത ബഡ്ജറ്റാണ് പ്രൊഡക്ഷൻ ബഡ്ജറ്റ്. ആഫ്റ്റർ പ്രിപ്പയറിംഗ് ദ സെയിൽസ് ബഡ്ജറ്റ്, ദ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഈസ് പ്രിപ്പയർഡ്. സെയിൽസ് ബഡ്ജറ്റിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് പ്രപ്പോസ് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ ബഡ്ജറ്റ് പ്രപ്പോസ് ചെയ്യുന്നത്. ദിസ് ബഡ്ജറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ ഫിസിക്കൽ യൂണിറ്റ്. നമ്മൾ ഈ ബഡ്ജറ്റ് പ്രപ്പോസ് ചെയ്യുന്ന എപ്പോഴും ഫിസിക്കൽ യൂണിറ്റിലായിരിക്കും. ഇറ്റ് ഷോസ് എ നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് ഈച്ച് പ്രോഡക്റ്റ് ദാറ്റ് മസ്റ്റ് ബി പ്രൊഡ്യൂസ് ടു സാറ്റിസ്ഫൈ ദ സെയിൽസ് ഫോർകാസ്റ്റ് ആൻഡ് ടു അച്ചീവ് ദ ഡിസൈർഡ് ലെവൽ ഓഫ് ഇൻവെൻട്രി. നമ്മുടെ സെയിൽസുമായിട്ട് കണക്ട് ചെയ്ത് ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്, അടുത്ത വർഷത്തേക്ക് ഒരു 10 യൂണിറ്റ് ആയിരിക്കും ഞാൻ സെയിൽ നടത്താനായിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 10 യൂണിറ്റ് സെയിൽ നടത്താൻ വേണ്ടിയിട്ട് എന്തുമാത്രം പ്രൊഡക്ഷൻ ഞാൻ നടത്തേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഇൻവെൻട്രീസ് ഇത്രയാകാൻ പാടുള്ളൂ, അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എന്തുമാത്രം പ്രൊഡക്ഷൻ ഞാൻ നടത്താനായിട്ട് സാധിക്കും, അത്തരം കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. Thus, the production budget is the sales budget adjusted for inventory changes as the unit to be produced is equal to budgeted sales plus desired closing inventory minus opening inventory. ഇവിടെ നമ്മളൊരു ഇക്വേഷനാണ് നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബഡ്ജറ്റഡ് സെയിൽസ് പ്ലസ് ഡിസൈഡ് ക്ലോസിംഗ് ഇൻവെൻട്രി മൈനസ് ഓപ്പണിംഗ് ഇൻവെൻട്രി. നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ഒരു പ്രൊഡക്ഷൻ ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാറുള്ളത്. While preparing a production budget, the factors like a sales forecast, budgeted stock requirements, plant capacity, the policy of management regarding the purchase of component, etc. are taken into account. നമ്മൾ ഈ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് കുറേ ഫാക്ടേഴ്സ് പരിശോധിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പരിഗണിക്കാറുണ്ട്. ഏതൊക്കെയാണ് ആ ഫാക്ടേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സെയിൽസ് ഫോർകാസ്റ്റ്, രണ്ടാമതായിട്ട് ബഡ്ജറ്റഡ് സ്റ്റോക്ക് റിക്വയർമെൻറ്റ്സ്, 3 പ്ലാന്റ് കപ്പാസിറ്റി, 4 ഇത് പോളിസി ഓഫ് മാനേജ്മെൻറ്റിൻ്റെ പോളിസി തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് പ്രപ്പോസ് ചെയ്യാറുള്ളത്? ഒരു പ്രൊഡക്ഷൻ ബഡ്ജറ്റ് നമ്മൾ പ്രപ്പോസ് ചെയ്യാറുള്ളത്. It is very necessary to coordinate production with the sales budget to avoid the imbalance in production.
നമ്മളെപ്പോഴും സെയിൽസ് ബഡ്ജറ്റും പ്രൊഡക്ഷൻ ബഡ്ജറ്റും തമ്മിൽ ഒരു പ്രോപ്പർ ബാലൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രൊഡക്ഷൻ കുറേ കൂടെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറേ കൂടെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. നമ്മൾ സെയിൽസ് ബഡ്ജറ്റുമായിട്ട് ഇതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പോകണമെന്നാണ് ഇവിടെ പറയുന്നത്. ഒരു കോഓർഡിനേഷൻ അവിടെ അത്യാവശ്യമായിട്ടും ഉണ്ട്. അടുത്ത ബഡ്ജറ്റ് ആണ് പ്രൊഡക്ഷൻ കോസ്റ്റ് ബഡ്ജറ്റ്. The production cost budget shows in detail the estimated cost of carrying out the production plan and programs set out in the production budget. ഇവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പ്രൊഡക്ഷൻ ബഡ്ജറ്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത്ര യൂണിറ്റ് വേണം പ്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട്. അപ്പോൾ അങ്ങനെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്തുമാത്രം കോസ്റ്റ് ആവശ്യമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, പ്രൊഡക്ഷൻ കോസ്റ്റ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. ദിസ് ബഡ്ജറ്റ് സമ്മറൈസസ് മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ് ആൻഡ് ഫാക്ടറി ഓവർഹെഡ് ഫോർ പ്രൊഡക്ഷൻ. നമ്മളിങ്ങനെ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവരിവിടെ സമ്മറൈസ് ചെയ്യാറുണ്ട്. മെറ്റീരിയൽ കോസ്റ്റ്, മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റ്, ലേബേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റ്, അതേപോലെ ഫാക്ടറി ഓവർഹെഡ്, ഇത് തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പ്രൊഡക്ഷൻ കോസ്റ്റ് ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടിയിരിക്കുന്നു. ഫാക്ടറി ഓവർഹെഡ്സ് ആർ യൂഷ്വലി ഫർദർ സബ്ഡിവൈഡഡ് ഇൻറ്റു ഫിക്സഡ്, വേരിയബിൾ ആൻഡ് സെമി വേരിയബിൾ. അതിനുശേഷം നമ്മൾ ഫാക്ടറി ഓവർഹെഡ്സിനെ വീണ്ടും പലതായിട്ട് സബ് ഡിവൈഡ് ചെയ്യാറുണ്ട്. ഏതൊക്കെയാണ് ആ ക്ലാസിഫിക്കേഷൻ? ഫിക്സഡ് ആയിട്ടും വേരിയബിൾ ആയിട്ടും സെമി വേരിയബിൾ ആയിട്ടും നമ്മൾ എന്തിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്? ഫാക്ടറി ഓവർഹെഡ്സിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. കോസ്റ്റ് ആർ അനലൈസ്ഡ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഓർ പ്രോഡക്റ്റ്. നമ്മളിവിടെ കൂടുതലായിട്ടും കോസ്റ്റ് അനാലിസിസ് ആണ് നടത്താറുള്ളത്. അങ്ങനെ കോസ്റ്റ് അനാലിസിസ് നമ്മൾ നടത്തുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിട്ട് അനാലിസിസ് നടത്താനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വൈസായിട്ട് നമുക്ക് അനാലിസിസ് നടത്തുവാനായിട്ട് കഴിയും. ഓക്കെ, നമ്മളിനി അടുത്തൊരു കാറ്റഗറിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്, മെറ്റീരിയൽ ബഡ്ജറ്റ്. എ മെറ്റീരിയൽ ബഡ്ജറ്റ് ഷോസ് the estimated quantity as well as the cost of each type of direct material and components required for producing goods as per the production budget. സിമ്പിളായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഓൾറെഡി പ്രൊഡക്ഷന് വേണ്ടിയിട്ടൊരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പോകുമ്പോഴത്തേക്ക് അതിന് എന്തുമാത്രം മെറ്റീരിയൽ ആവശ്യമായിട്ടുണ്ട് എന്ന് തീരുമാനിക്കുന്നത് എവിടെയാണ്? ഈ മെറ്റീരിയൽ ബഡ്ജറ്റിനകത്തായിരിക്കും. There are two stages of preparing the material budget. In the first stage, the quantifying of different types of direct material are estimated. രണ്ട് സ്റ്റേജിലൂടെയാണ് നമ്മൾ മെറ്റീരിയൽ ബഡ്ജറ്റിംഗ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. അതിലെ ആദ്യ സ്റ്റേജിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ക്വാണ്ടിഫൈ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ ഇവിടെ ക്വാണ്ടിഫൈ ചെയ്യുകയാണ്. Afterwards, the price of each kind of direct material and components is used to obtain cost of different types of materials and components consumed. നമ്മൾ ഓൾറെഡി മെറ്റീരിയൽസിനെ പല രീതിയിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മളിനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ ക്ലാസിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റ് എന്തുമാത്രം ഉണ്ടാകുമെന്ന് നമ്മളിവിടെ ഡിസൈഡ് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് നെസസറി ടു നോ യൂണിറ്റ് മെറ്റീരിയൽ യൂട്ടിലൈസേഷൻ റേറ്റ് ഫോർ പ്രിപ്പയറിംഗ് മെറ്റീരിയൽ ബഡ്ജറ്റ്. യൂണിറ്റ് മെറ്റീരിയൽ യൂട്ടിലൈസേഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് മെറ്റീരിയലിന് എന്തുമാത്രം കോസ്റ്റ് ആകുമെന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദ യൂണിറ്റ് മെറ്റീരിയൽ യൂട്ടിലൈസേഷൻ റേറ്റ് is multiplied by the number of units to be produced in order to determine the total unit of material required for estimated production. പിന്നെ വളരെ എളുപ്പമാണ്. മെറ്റീരിയലും പിന്നെ അതോടൊപ്പം തന്നെ ആ കോസ്റ്റുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി എത്രത്തോളം കോസ്റ്റുമായിട്ട് കണക്ട് ചെയ്തുണ്ടാകുമെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സോ നമ്മളിന്ന് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.